ബാംഗ്ലൂരിലെ PG ഹോസ്റ്റലിൽ 24-കാരിയെ കഴുത്തറുത്ത് കൊന്ന സംഭവത്തിൽ പ്രതി പിടിയിലായി. മധ്യപ്രദേശ് സ്വദേശിയായ അഭിഷേകിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ രാത്രി ബാംഗ്ലൂർ പോലീസ് ഭോപ്പാലിൽ നിന്നാണ് അഭിഷേകിനെ കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകത്തിന് ശേഷം അഭിഷേക് ഒളിവിൽ പോയിരുന്നു. പേയിങ് ഗസ്റ്റായി താമസിക്കുകയായിരുന്ന 24-കാരിയായ കൃതി കുമാരിയെയാണ് ഇക്കഴിഞ്ഞ ദിവസം അഭിഷേക് കഴുത്തറുത്ത് കൊന്നത്. ബാംഗ്ലൂരിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരിയായിരുന്നു കൃതി കുമാരി. പ്രതിക്ക് കൃതിയുടെ മുൻ റൂംമേറ്റുമായിട്ടുള്ള പ്രണയബന്ധം തകരാൻ കാരണം കൃതിയാണ് എന്ന് സംശയത്തിന്റെ പുറത്തായിരുന്നു കൊലപാതകം. അതേസമയം കൃതിയെ അഭിഷേക് ക്രൂരമായി കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുനിന്ന് കണ്ടിരുന്നു കൂട്ടുകാരും. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൃതിയുടെ മുറിയുടെ മുന്നിലെത്തിയ പ്രതി വാതിലിൽ മുട്ടുന്നു. യുവതി വാതിൽ തുറക്കുമ്പോൾ പുറത്തേക്ക് വലിച്ച ചുമരിനോട് ചേർത്ത് നിർത്തി ആക്രമിക്കുന്നു. യുവതി തടയാൻ ശ്രമിച്ചെങ്കിലും കത്തിയെടുത്ത് കഴുത്തിൽ തുടരെ കുത്തുകയും കഴുത്തറുക്കുകയും ചെയ്യുന്നു. സഹായത്തിനായി പെൺകുട്ടി കരയുന്നുണ്ടെങ്കിലും സമീപത്തുള്ളവരാരും പെൺകുട്ടിയുടെ അടുത്ത് പോകുന്നില്ല. മുറിവ് മാരകമാണെന്ന് ഉറപ്പുവരുത്താൻ കഴുത്തിൽ കുത്തിയിറക്കി വലിച്ചൂരിയ ശേഷമാണ് ഇയാൾ പോയത്. നഗരത്തിലെ PG ഹോസ്റ്റലിലെ താമസക്കാരിയായിരുന്ന ബീഹാർ സ്വദേശി കൃതികുമാരിയെ ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടുകൂടിയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 11:10-നും 11:30-നും ഇടയിലാണ് സംഭവം നടന്നത്. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം. ഹോസ്റ്റൽ കെട്ടിടത്തിലെ 3-ാം നിലയിലെ മുറിക്ക് സമീപം വച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയത്. ഈ വിഷയത്തിൽ നമ്മൾ ഏറെ സങ്കടകരമായ കാര്യം, ഒരുപാട് കൂട്ടുകാർ നോക്കി നിൽക്കുമ്പോഴാണ് ഇയാൾ കുത്തിയത്. ഒരുപക്ഷെ പെൺകുട്ടികളായതുകൊണ്ടും ആയുധധാരിയായ ചെറുപ്പക്കാരനായതുകൊണ്ടും ഇവർക്കും ഭയമായിരുന്നിരിക്കാം. എന്തായിരുന്നാലും പ്രതികരണ ശേഷിയില്ലാത്ത ഒരു തലമുറയായി പോയി ഇത് എന്നാലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. നന്ദി.